എന്റെ അമ്മേ. ഒക്കെ ക്ലിയർ ആണ് സാർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓവർ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കേറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ ഗോൾ. ആതിര ബാറിന് സമീപം കുറെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. ആ, കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി ശരിയാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്താ എന്ത് പറ്റി സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് സാമാനം വലിച്ചു കയറ്റരുന്ന്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനും തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയത്. ഹലോ. ഓ, കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായി. ആരാ വണ്ടി കടത്തുവിട്ടെ? സാറാമ്മ എവിടുന്നാ സംസാരിക്കുന്നത്? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാ സംസാരിക്കുന്നത്. ശബ്ദത്തിന് എന്ത് പറ്റി? ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. ഞങ്ങൾ നോക്കാത്ത നിൽക്കണം സാർ. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ. സോറി സാർ. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്ന് പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ നീ? ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത മണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്ക് പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അവന്റെ ഒരു തൊപ്പി. എന്റെ കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കോ. ലോറി ആരെടുക്കും? സാർ എടുക്കും. ലോറി നിന്റെ അത് ഈ ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാർ വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടാളിയാ. പോലീസായിരുന്നു. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം. അല്ല, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അണ്ട് ഇവൻ പറയണ ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാടാ വണ്ടി വഴി കൊണ്ടുവന്ന്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സദ്യ ഉണ്ടാൻ വേണ്ടി. ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറുടെ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ. ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ. ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ. ഓവർ.
സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. ഏത് സിസേറിയൻ, എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്. സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം. സർ വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? വേണം. കൈകൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെപ്റ്റിക് ആവണ്ടെന്ന് കരുതി തളിക്കോ. ഡെറ്റോള് മേടിച്ച് കുളിക്കാം. സാധനം കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിക്കണുണ്ട്. എടാ നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്! ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയോളാണ് എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ ഉൽപ്പലാഷൻ പുണ്ടരീകാഷൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ എവിടൊക്കെയോ ഭജനം ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്നെ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ നിനക്കറിയോ, 7ാം ക്ലാസ്സിൽ 6ാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ 2ാം കല്യാണത്തിന് ഞാൻ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചത് അത്ര അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രി കടയിൽ ഒന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 കിലോ പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നറിയണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടി വി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. മതി വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട കൽക്കരിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തയാടാ തന്ത. നീ ഞാൻ കൈ കഴുകിയിട്ട് വണ്ടി എടുക്കാം, നീ കയറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖൻ. ഒറ്റ ഇടിയ വെച്ച് തരും. എടാ ഒരു മുഖം തേച്ചുണ്ടോടാ എനക്ക്? അറുമുഖം. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ BA പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിലവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പുമുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പൊരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ടാ? ജാതക പ്രകാരം 20ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനും കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായിപ്പോ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയത്. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കിടന്നില്ലല്ലോ. എനിക്കിത് കേട്. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. പിന്നെ പറമ്പിൽ പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്ത് തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റ് ആയിരുന്നു ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ? അച്ഛൻ കേക്കണ്ട. തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കൊന്ന് നീട്ടിക്കേ. നിങ്ങളുടെ വാക്യത്തത്ര നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ സ്റ്റാമ്പിന്റെ വശം പോയി. ശങ്കരോ, ഒന്ന് വേഗം പണി തീർക്കണം. നാളെ 1-ാം തീയതിയാ. വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കുവേ. നീ വേണം തള്ളാൻ. കൊള്ളാം. പാർത്ഥസാരഥി ഉള്ളപ്പോ അർജുനേന്ദ്ര മൂപ്പ വേവലാതി. അയ്യോ, ഒരു വേവലാതിയും ഇല്ല. ഞാൻ നിരക്കി വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ. നീയും തള്ളിക്കയറാൻ എടുക്കനാ. ഉണ്ണികൃഷ്ണ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. എടാ അച്ഛന് 3-4 പേരുമായിട്ട് ഭയങ്കര തർക്കം. എവിടെ? ഡിപ്പോയില്. ഓരോരുത്തന്മാര് ശരീരത്തിന്റെ പല ഭാഗത്തായി 10-150 ഇഡ്ഡലി ഫിറ്റ് ചെയ്തോണ്ടാ നിക്കുന്നത്. എടാ മസിൽ അടിച്ച് പെരുക്കിയേക്കുന്നെന്ന് കണ്ടാ ഗുണ്ടകളെ പോലുണ്ട്. അയ്യോ
നീ ഇത്രയും ധൃതി വെച്ച് അങ്ങോട്ട് പോകാതെ. എടാ അച്ഛൻ, എടാ ആദ്യത്തെ രണ്ടെണ്ണം അച്ഛനിട്ട് കിട്ടട്ടെ. എനിക്ക് സാധിക്കാത്തതാ, നിനക്കറിയോ? എടാ നീ അങ്ങോട്ട് എവിടെ പോന്നു? നീ പേടിക്കണ്ടെന്ന്. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. എന്റെ അമ്മ ഇങ്ങോട്ടല്ല, ഇത് ശ്യാമളരെ വീട്ടിൽ പോണ വഴിയല്ലേ. അതെങ്കിൽ അത് വാ. കൊള്ളാം. ഓടി വന്ന് ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ഇപ്പോ ഇവൻ ഇവിടുന്ന് പോണം. അതെ, മലയാളത്തിൽ നന്ദി എന്നൊരു വാക്കുണ്ട്, ഇംഗ്ലീഷിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പറയും. അത് വേണം മനുഷ്യനായ. എനിക്കറിയാടാ, ഞാൻ പോകുന്നതില് നിനക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന്. അതെ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചാണകം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടേനെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്നാള് പത്രത്തിൽ കല്യാണ പരസ്യം തപ്പുന്നതിനിടയ്ക്ക് ഒരു പരസ്യം കണ്ടു. ധനികനായ ഒരു മധ്യവയസ്കന് സഹായി ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ചുമ്മാതൊരു കത്ത് ഞാനും അങ്ങ് അയച്ചു. വരുവാന്നേൽ നല്ലൊരു ജോലി ഒപ്പിച്ച് തരുമെന്നും ചോദിച്ചോണ്ട് ചെല്ലാൻ മറുപടി വരെയും ചെയ്തു. താണ്ട അയാളുടെ കത്ത ഒരു ഗണപതി അയ്യാർ. കൈയിരുന്നോട്ടെ, ആളെ കണ്ടുപിടിച്ച തോട്ടപ്പണിയെങ്കിലും കിട്ടിയെങ്കിലോ. നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെ കരച്ചിൽ വരും. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇത്. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ, യാത് തന്നെയാണ് എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്, എന്നെ അകത്തേക്ക് കയറ്റി വിടാ. സത്യം പറ, സാറ് രണ്ടുപേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 150 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്ന്? യു മീനും കഴുത്തിയത് വിട്. വണ്ടിയല്ല തലതിരിഞ്ഞ പോണ്. അവനെ വിടാൻ. ഇനി പറ, യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. താമിട് എന്നപ്പടി പോ. ഈ സ്വീകരണമല്ല നീ നീ ഏർപ്പാടാക്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹായ്, ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ? ദേ ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് അകത്ത് വിശ്രമിക്കാം. പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്ക്. മറച്ചോ, മറച്ചോ. അത് ഞാൻ തരില്ല. പെട്ടിയെടുത്ത് കളയരുത്. അതിനകത്ത് വിലപിടിപ്പുള്ള ജാറ്റി ഇരിക്കുകയാണ്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 വാങ്ങിച്ചതാ. കൃഷ്ണ, ദാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മായിയുടെ. നീ ഈ ബട്ടൺസ് ഒന്നിട്ടേ. എടാ, മറഞ്ഞു നിൽക്കാ.
എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഏയ് ആരുമില്ല. അല്ലേ ഞാൻ ചോദിക്കാം, ആരും അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ, നീ മാറിക്ക്. ആരടാ? ആരാന്നാ ചോദിച്ചത്? തോക്ക് ഇതാക്കി മാറിക്ക്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. അയ്യോ, ബെസ്റ്റ്. സോറി സാർ. കൃഷ്ണ, നീ മാറിക്ക്. കൊല്ലരുത് സാർ. കൃഷ്ണ, നീ മാറിക്ക്. ആരാ ഇത്? സാർ, വേണ്ട. കൃഷ്ണ, മാറിക്ക്. കൃഷ്ണ, വേണ്ട സാർ, വേണ്ട. എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ സാറിന് നഖം വെട്ടാനും ഷേവ് ചെയ്യാനും ഷേവ് ചെയ്യാൻ തരിച്ച് ചെയ്തോളാം. അല്ല തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അടിച്ചടിച്ചു നിന്നെ. കൃഷ്ണ, മതി. എടോ, തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി. പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാപ്പണി എടുത്തേ പറ്റും. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ. പോടാ, ഒന്ന് ഇറങ്ങി പോടാ ക്നാപ്പാ. എന്റെ കൃഷ്ണ. അല്ല സാർ, ഓരോ മാരണങ്ങൾ വന്ന് കേറുന്നതേ. എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ. എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരി. എടാ, ഐഡിയ. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഗണപതി സാറ് ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ. അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെയും സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഓ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ മന്ദബുദ്ധി. എന്ത്? എടാ, പിന്നെ പണ്ട് അങ്ങേരക്ക് ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങേരെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുനിയ വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം എല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കെ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. വെള്ളം. അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. തണുത്താണെന്ന് നോക്കട്ടെ. തണുത്ത് വരാം. എടാ, നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ, ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ, താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ, അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? ബാക്കി നോക്കേ, ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ലാതെ നീ. ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ, ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ അടുത്ത് മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴിത്തുരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ. ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് അവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനോ? എടാ, നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെ അല്ലേന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി.
എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോവും. അവിടെ പോക്കുണ്ട്. അയ്യോ വെടി, എനിക്ക് പേടിയാ, എന്നാലും പോവും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ. എടി, നീയാണോ ഇവിടെ മോളായിട്ട്? പാവം കുട്ടി, ജനിച്ച നാൾ മുതൽ അച്ഛനെ തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉരുട്ടട്ടെ? ഏറ്റില്ല, നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി, നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല. എടി, എന്താടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണിതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നു? അവളോട് തന്നെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. എന്റെ ദൈവമേ, അയ്യോ അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാന്ന് ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് 100ലേക്ക് വിളിക്കാം. 100 എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പറില്ലേ? കുട്ടി, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു. എന്താ പറഞ്ഞേ? ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് എന്റെ മോളെ എനിക്ക് കൊണ്ടു തന്നില്ലേ? തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എന്റെ മോളെ മുമ്പിൽ കണ്ടപ്പോ എനിക്കറിയില്ല കൃഷ്ണ, എങ്ങനെയാ ഞാൻ അവളെ സ്വീകരിക്കുക. സാർ, സിംഗാരിമേള താലപ്പൊലി അറേഞ്ച് ബെസ്റ്റ് ആയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. സാർ, ഞാൻ ശാലിമളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സാറിന്റെ മനസ്സിലിണങ്ങുന്ന രീതിയിൽ സാർ സ്വീകരിച്ചോ. കണ്ടോടോ സാർ? കൃഷ്ണ, ഉടനെ തന്നെ നമുക്കൊരു യാത്ര അറേഞ്ച് ചെയ്യണം. മോളും ഞാനും നമ്മളെല്ലാവരും കൂടി സകല അമ്പലങ്ങളിലേക്കും. എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദി പറയണം. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ... ആ സത്യമൊക്കെ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ത്രാണിയില്ലാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ സാവിത്രി ചാച്ചി 10 വർഷം മുമ്പ് മരിച്ചുപോയ കാര്യല്ലേ? അന്ന് ഈ മോൾക്ക് വെറും 11 വയസ്സ് അല്ലേ ശാലിമളു? അതെന്ന് ഇനി അച്ഛനായി മോളായി അവരുടെ പാടായി. അവരുടെ ലോകത്തേക്ക് നീ ഒരു കട്ടെറുമ്പാവരുത്. പോടാ പോടാ. എടാ, നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ടു കൊടുത്ത ആരെയാണെന്ന് നിനക്കറിയോ? മോളെ അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണോന്ന് പറഞ്ഞാൽ മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ആത്മാർത്ഥത. എടാ, നീ ഇപ്പൊ കൊണ്ടു കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ, കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ. എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട. അവൾ എവിടെങ്കിലും പോയി പണ്ടാറടങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ, എടാ കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ, അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കെട്ടി വരെ ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്? എടാ, എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ളൊരു അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനാടാ ഇവിടുത്തെ നമ്പർ 1. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? എടാ കണാപ്പ, നഖം പറ്റാരാന്ന്. ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും. ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ ആയിട്ട് ഒരു വിലസും. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല, വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ പറ്റും. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥത തോന്നുന്ന അയാളായിരുന്നു നിന്റെ അമ്മായിയപ്പനാ? എന്റെ അമ്മായിയപ്പനും അല്ല, അപ്പാപ്പനും അല്ല. പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോയി പറയും. നിന്റെ കാലി ഇത് എത്ര കിലോമീറ്ററാണ്? ഒരു കാലി അവിടെ നില്ല്. എന്നെ കൊന്നിട്ട് വേണം നിന്നെ ഇവിടെ തന്നെ. നിന്നെ വിടില്ലടാ ഞാൻ. പക്കച്ച് കളച്ചിട്ട് നിന്നെ വിടില്ലടാ. അച്ഛനും മോളും കൂടെ താരാട്ട് പാട്ട് തുടങ്ങി.
സത്യം എനിക്ക് നല്ല ഉറക്കം വരുന്നു പാട്ട് കേട്ടപ്പോ. അവിടെ കിടയടാ. പോടാ. ഇല്ലടാ, എന്നാലും നിന്നെ വിടില്ല. എഴഞ്ഞും പോവാൻ പറ്റില്ല. അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആലോചിച്ചാലോ, മകള് കൈവിട്ടു പോകുന്നുള്ള പേടിയും വേണ്ട. എന്റെ അറിവിൽ ഒരു വലിയ ജൈവവള ഫാക്ടറിയുടെ മകനുണ്ട്. അല്ല, ഫാക്ടറി ഓണറുടെ മകനുണ്ട്. പാവൻ ചെക്കൻ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. കാണാനാണെങ്കിൽ ഒരു 7-7 അഴക് വരും. പിന്നെ വിദ്യാഭ്യാസമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല താനും. നല്ല പയ്യനാ, എനിക്കറിയാം. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് സേതുരാമന് ഞാൻ വാക്കുകൊടുത്തുപോയി. ജയരാമൻ വലിയ കോടീശ്വരനാ. എന്റെ മോക്കാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. അതുകൊണ്ട് ജയരാമൻ വരുന്നതിന് മുമ്പ് എന്റെ സകല സ്വത്തുക്കളും മോളുടെ പേരിലാക്കാൻ പോവാ. ഒന്നുമില്ലാത്ത എന്റെ മോളെ അയാൾ താലി കെട്ടേണ്ടി വരരുത്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ കൃഷ്ണൻ തന്നെ ചെയ്യണം. അധികം സമയമില്ല. ഗുളിയൻ മാറട്ടെ. ഗുളികനോ? അതാരാ? ആ, ശാലുവിനിപ്പ ശനിയാ. ശരിയല്ല, സമയം ശരിയല്ല. സമയം ശരിയല്ലെങ്കിൽ 10-20 വർഷമായിട്ട് തേടി നടന്നതിന്റെ അച്ഛൻ എനിക്ക് കിട്ടുമോ? അത് ശരിയാ. പക്ഷെ അപകാരം ഉണ്ടല്ലോ. എന്തോന്നോ? അതായത് ഇത് ശനി, ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെശക് കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ, ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. 1 വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സർ. ചെയ്താ കൈമോശം വരും. ജോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സർ, അല്ലടാ? പിന്നെ ജോത്സ്യം അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ? അല്ല കൃഷ്ണ, ഈ ശനിയുടെ അപഹാരം കഴിച്ചെഴുതാമല്ലോ. എഴുതണം. എഴുതിയില്ലെങ്കിൽ കുഴപ്പമോ? ആശ്വാസായി. അല്ല, കൃഷ്ണന് ജ്യോത്സ്യത്തിലൊക്കെ നല്ല വശമല്ലേ? തനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് എഴുത്തൊക്കെ 1 വർഷം കഴിഞ്ഞു മതി. അതുവരെ ഭഗവാൻ എനിക്ക് ആയുസ് തന്നാ മതി. ആ, പിന്നെ കൃഷ്ണ, തിങ്കളാഴ്ച കൃഷ്ണൻ തന്നെ എയർപോർട്ടിൽ പോയി ജയറാമിനെ കൂട്ടിക്കൊണ്ട് വരണം. മറ്റേ കാര്യം എന്താ? ഓ, ആ കൃഷ്ണ, നമ്മുടെ ഔട്ട് ഹൗസ് ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുക. അതിനെന്താ, അത് വൃത്തിയാക്കിക്കളയാം. വൃത്തിയാക്കിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മാറിക്കോളൂ. ഒപ്പൽ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ആ, ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ച് വേഗം പിടിക്കും. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചോ? പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്. ദേ സത്യം, ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുട്ടിയോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. എന്നിട്ടും ഞാൻ ഭാഗ്യം കെട്ടവനാ. ശരി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. മറ്റേത് എന്റെ മനസ്സിനെ മാച്ചളയാം. പക്ഷെ ഒരാങ്ങളയുടെ സ്ഥാനം കുട്ടി എനിക്ക് തരണം. എനിക്ക് തരില്ലേ? എന്ത് ആങ്ങളയുടെ സ്ഥാനം? ഓ, അതാണോ? തരാം. എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ ആങ്ങളമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആങ്ങളമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പെങ്ങന്മാർ അമേരിക്കയിൽ പോകാറുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. അയ്യോ, അത് തന്നെ. കൊണ്ടുപോകാൻ. ജയരാമൻ ഏട്ടനെത്തി. അല്ല, ജയരാമൻ അളിയനെത്തി. ജയരാമൻ അളിയാ.
പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പോരെ മതി. എന്റെ പൊന്ന് സാറേ, എത്ര പ്രാവശ്യം റിവേഴ്സൽ എടുത്താണ് ഈ ഡയലോഗ്. അങ്ങനെ അങ്ങ് മറക്കുവോ? വേണേ ഇതിനേക്കാൾ വലിയ ഡയലോഗ് മണിയപ്പൻ മണി 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 പോലെ പറയാം. എന്താ വേണോ? വേണ്ട വേണ്ട വേണ്ട. ഇതെന്ത് കൊട്ടേഷനാ ദൈവമേ. ജയരാമനളിയാ, ജയരാമനളിയാ, അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിലകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ അതൊന്നുമില്ല. നീ ജയറാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളിൽ കൊണ്ടുവയ്ക്കണം. അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചുപിള്ളേരെ ഒന്നും അമേരിക്ക കൊണ്ടുപോകില്ല. പോടെ പോടെ പോടെ. വരുന്നളിയാ, ചാപ്പാട് നിർത്തി. നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിടെ സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കമോൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം പറഞ്ഞു. താങ്ക് യു. എന്താ പാട്? ഒരു പാടുമില്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അത് ഞാൻ ഈ കൊട്ടേഷൻ. അങ്കിൾ, ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിയിൽ ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ശരിയാ. എയർ പോക്കറ്റ്സിൽ വീണ് എന്തുമാത്രം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അളിയനോടൊരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വിരട്ടിയാലും ഞാൻ ചോദിക്കും, എനിക്കത് അറിയണം. അളിയ, അമേരിക്കയിൽ പശുക്കളുണ്ട് അളിയാ? ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ, ആരാവൻ? കുറെ നേരമായി എന്നെ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണേ. എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരമായി എനിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ കയറി അളിയാളിയാന്ന് വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറി കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു മടുത്തു. ഇനി ജയറാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ, ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ചമ്മല് കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കെല്ലാം ഉണ്ട്. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല. ഇവക്ക് സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല. എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ അതോ? അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക് എന്റെ മോളെ ഇഷ്ടായോ? എന്താടാ ഇനി മോള് പറ, മോക്ക് ജയരാമന് ഇഷ്ടായോ? കൂടുതൽ പേർക്കല്ലേ ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടായി. എന്റെ മോള് ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്താനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്കൊന്ന് വിളിച്ചറിയിക്കട്ടെ. അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ. മോൾ റൂം റെഡിയാക്കി. വെരി ഗുഡ് വെരി ഗുഡ്. കൊടുത്തൽ മോളെ. അമേരിക്ക കൊണ്ടുപോണേ അളിയന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ, ഇവനെന്തോന്ന് കാണിക്കുന്നത്? കോട്ട് നീ എടുക്കണ്ട, വെറുതെ അങ്ങോട്ട്. അളിയന്റെ അമേരിക്കൻ കോട്ട് കഴിയാൻ എനിക്കറിയാം. ഇതെന്തോടെ അമേരിക്കയിൽ സോപ്പം വെള്ളമൊന്നും കിട്ടൂല. എന്തൊരു അഴുവല് നാറ്റം. ഹലോ, താങ്ക്സ്. ആദ്യം എനിക്കൊരു അച്ഛനെ തന്നു. ദാ ഇപ്പൊ ഒരു അമേരിക്കൻ ഭർത്താവിനെയും. വരട്ടെ തൊപ്പിക്കാരാ. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല. പുറത്താക്കാന്റെ പട്ടി എന്ന് കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ. എനിക്കില്ലടാ ഒരു അന്തസ്. എടാ, അമേരിക്കക്കാരന് അവിടെ അറമാദിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവൻ എന്നോട് പറയാ, ഇറങ്ങി പോടാ ഔട്ട് ഹൗസിലേക്ക്. ഞാനിങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ നിന്നെ കുറിച്ച്
എന്തൊക്കെ അനാവശ്യമാണോ അവൻ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടി അകത്തോണ്ട് വെച്ചിട്ട് ബാക്കി പറയാം. പോലീസാൻ സ്റ്റോപ്പ്. നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോവാ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ? തുപ്പല? തുപ്പലല്ല സാർ, ഉൽപ്പൽ. ഉൽപ്പലാക്ഷൻ. നിന്നോട് ചോദിച്ചാ? ഇല്ലേ. പുനവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേ. പേര് ചോദിച്ചപ്പോ തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ്. അച്ഛനിട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഇല്ല സാർ. സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അതെവിടെയാണ് സാർ? അപ്പൊ നിങ്ങളായിരിക്കില്ല. ഇവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളിയ. പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി. ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാമെന്ന്. എനിക്കറിയില്ല. തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാ? കള്ളാ. ഓരെവിടെ വെച്ച് കണ്ടത്? മാമനോട് പറ. എപ്പ കണ്ട്? ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. എപ്പോ എപ്പോ പറ. ഈ ഫോട്ടോയില്. എടാ കഴിവരുടെ മന, നീ ആളെ കളിയാക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല. എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാലിനി. ശാലിനിയാ? പേരും അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? കണ്ടാ തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു സർ. ജീപ്പ് പോയി, അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്കന്ന് വന്ന ഒബാമേ? ജയരാമ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവില്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. ഈശ്വര, അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാല് പിടിക്കണമായിരുന്നു. ഒരു ഐഡിയ, നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ. ആരുടെ ഏർപ്പാട്? മിടുക്കൻ. അപ്പൊ ഒറിജിനല് ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. ഇവിടെ അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരുമില്ലേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി. അതിരിക്കട്ടെ, ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയാർ മണിയപ്പൻ. അത് ശരി, വാളയാർ മണിയപ്പനോ? ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. അവന്റെ അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. നീ എവിടെ പോന്ന്? എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയെ കാണാൻ കൊതിയാവണം. ഒന്നുകളെയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനേ എന്റെ വിധി. അവനോട് പറയാം. നിനക്ക് തലയില്ലേ? ഉണ്ടാ.
ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ദാണ്ട് ഇത് തന്നെ, ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. ഓ എടാ, അതിന് അവക്കെന്തിനാ സന്തോഷം, നിനക്കല്ലേ? അത് തന്നെ. വായിക്ക്. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. എടാ, കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരോ? കറക്റ്റ്. എടാ, കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ, ശരിയാ. ഇപ്പൊ നിനക്കെന്ത് തോന്നുന്നു? ഒരു പെൺകുട്ടി നടന്നു പോയതുപോലെ തോന്നുന്നു. എന്ത് പെണ്ണല്ലേ അവള്? എന്നാ നീ നോക്ക്, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നണ? അങ്കിള് നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ഞാൻ നടക്കിയിരുത്തും. നടക്കിരുത്തൂ? നടത്തിയിരിക്കും. ഇത് മണിയപ്പന്റെ വാക്കാ. മണിയപ്പൻ? മണി പോലെ വിശ്വസിച്ചോ. മണികണ്ഠ സ്വാമിയാണ് സത്യം. സ്വാമിയേ ശരണമയ്യപ്പോ. മോള് ഇതെങ്ങോട്ടാ ബാഗുമായിട്ട്? അത് ലോണ്ടറിക്ക് തുണി കൊടുക്കാൻ. എന്റെ മോളെ അതൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, അവര് വന്ന് കളക്ട് ചെയ്തോളും. ഇത്രയും നാൾ അലഞ്ഞു, ഇനി വേണ്ട. അച്ഛനുണ്ട് ഇവിടെ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. കൃഷ്ണ, താനിതെവിടെയായിരുന്നു? താനിവിടെ ഉണ്ടായിട്ടാണോ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇങ്ങോട്ടാ പോകുന്ന വഴിക്ക് ലോണ്ടറി കൊടുക്കാം. താനെന്താടോ നോക്കിക്കണേ, ഡോക്ടർ അവിടെ കാത്തിരിക്കുക. ശാലു, അകത്തേക്ക് പൊയ്ക്കോ. വണ്ടി എടുക്ക. വേട്ടെ, ഞാനും കൂടെ വരണോ? നിന്റെ ഒരു കണ്ണു വേണം. അത് ഞാൻ ഏറ്റു. ഇവിടെ തന്നെ ഉണ്ട്. ഞാനും വരട്ടെയോ നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? നിക്കടവിടെ. അയ്യോ, സംഭവം കുഴഞ്ഞല്ലോ. പ്രിയേ, സ്വീറ്റി. കുരിശ്. ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. ഇവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം? ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ, എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂ മണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ലാ. ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കന്ന് വരും പണ്ടാരോടങ്ങാൻ. അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോവും. എനിക്ക് മനസ്സിലാവണില്ല. ശാലുവിന് എന്നോട് ഇഷ്ടമല്ലേ? എന്താ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്. അതോ ശാന്തി മൂത്രമാണ്? ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ പരദൈവങ്ങളെ, സൂത്രക്കാരെ, നിന്നെ ഞാൻ. അതെ, ഞാൻ ജയരാമേട്ടാ രക്ഷപ്പെട്ടു. മോള് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിലെന്തോ വീഴുന്ന ഒച്ച കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ കൈവിടല്ലേ? ഒരിക്കലും കൈവിടില്ല. ഒരുറപ്പിന് വേണ്ടി മറ്റേ കൈയും കൂടെ പിടിച്ചു. നിക്ക്. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് കേട്ട് കഴിഞ്ഞിട്ട് മതി കയറ്റം. കേറി വന്നിട്ട് പോരെ സാറേ? പോരാ. എന്നാ പെട്ടെന്ന് പറ സാറേ, കൈവിട്ടെങ്ങാനും താഴേക്ക് പോയാ പിന്നെ എന്റെ പൊടി പോലും കാണുകയല്ലേ? അതെ, സാറിന് എന്നോട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞു നോക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്, ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റ്, ഇനി ചെയ്യാൻ പോണത് തെറ്റ്. തെറ്റ് ചെയ്യാൻ കാരണം? അതെ, ഈ സെറ്റപ്പും വീടും പിന്നെ പെണ്ണിനെ കൂടെ കണ്ടപ്പോ കണ്ണു തള്ളിപ്പോയി സാറേ. എന്റെ ഭാര്യയും പിള്ളേരും ആളെ സത്യം. കേറി വന്നാലുടനെ ഞാൻ സ്ഥലം വിട്ടോളാം. ഇനി വാക്ക് മാറ്റില്ല? ഇല്ല. ഉറപ്പ്? വാക്ക് മാറ്റില്ല സാറേ. ഒന്ന് കയറ്റി വിട് സാറേ. എന്നാ ഇനി ഒട്ടും വൈകണ്ട, വിട്ടു. എങ്ങോട്ട്? അങ്ങനെ പോകാൻ പറ്റുമോ സാറേ? ഞാൻ ഗണപതി സാറിന്റെ ഭാവി വരുമോന്നില്ലേ?
അല്ലേ ഇതാര്? സാക്ഷാൽ ജയരാമൻ ഫ്രം USA. എന്താ സംശയമുണ്ടോ? ഈ ആൾമാറട്ട കളിക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇയാളോട് ക്ഷമിച്ചു. പക്ഷേ തന്നെ പോലൊരു മൂന്നാം കിട സ്കൗണ്ടറിനെ എനിക്ക് പകരം വെച്ചതിന് ഒരിക്കലും മാപ്പില്ല. പാവം ഗണപതിയങ്ങള്, നിന്നെ പോലൊരു ഫ്രോഡിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ മനുഷ്യന് പോലീസിനെ ഇങ്ങോട്ട് വരുത്തണോ അതോ താനിപ്പോ ഇവിടെ ഇറങ്ങുന്നോ? വേരട്ട് മണിയപ്പനോട് വേണ്ട, പോലീസ് സ്റ്റേഷൻ ജയിലും ഒക്കെ അച്ചുവീട് പോലാ മണിയപ്പന്. ഇടയ്ക്കൊക്കെ കയറി ഇറങ്ങുന്നത് ഒരു രസമാ. ഇപ്പോഴാണ് കൃഷ്ണസാറും ഉണ്ടല്ലോ കൂട്ടിന്. ഇദ്ദേഹമാണല്ലേ ഈ കളിയുടെ ഒക്കെ സൂത്രധാരൻ. വിളിക്ക് സാറേ പോലീസിനെ. അപ്പൊ നീ സ്വമേധ ഇവിടെ നിന്ന് ഇറങ്ങില്ല. വൺ വേ അങ്ങോട്ടേ പാടുള്ളൂ, തിരിച്ച് നോ എൻട്രി. എന്താ ഇത്? പുറത്തുനിന്ന് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ ജയറാമിനെ തല്ലുന്നത് നോക്കി നിൽക്കുവാണോ കൃഷ്ണ നീ? അങ്കിളെ ഇത് തല്ലൊന്നുമല്ല, പിന്നെ ഇതെന്റെ പഴയ കൂട്ടുകാരനാ മണിയപ്പൻ. കുറച്ച് ദിവസമായുള്ളൂ നാട്ടിൽ വന്നിട്ട്. എന്റെ പഴയ സ്റ്റാമിന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ചു നോക്കാറുണ്ട്. ഇല്ലടാ മണിയപ്പ? അതിശയം തന്നെ. ആ, ഇതാണ് ഗണപതി അങ്കിൾ, എന്റെ അമ്മായിപ്പൻ, മൈ ഫാദർ ലോ. ഹൃദയത്തിൽ ഒരുപാട് തുളയുള്ളതുകൊണ്ട് ഞങ്ങൾ അയാളെ വളരെ സൂക്ഷിച്ചാ കൊണ്ട് നടക്കുന്നത്. ചെറിയ ഷോക്ക് മതിയുടെ ആള് തട്ടിപ്പോവും. അല്ലടാ കൃഷ, അമേരിക്കയിൽ എവിടെയാണ് മണിയപ്പൻ? പറഞ്ഞു കൊണ്ടാങ്ങോട്ട്. കാലിഫോർണിയയിലാ. വെരി ഗുഡ് അങ്കിൾ. എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ, നമുക്ക് വിശാലമായിട്ടൊന്ന് കൂടിയിട്ട് പോവാം. കൃഷ്ണ, ഷെൽഫി എന്നാ പഴയ പച്ചക്കുപ്പി. അല്ല, തിരിച്ചു പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറിയത്. ഫ്ലൈറ്റിന് സമയമായി, ഇനി ഒരിക്കലാവാം. തിരക്കില്ലായിരുന്നെങ്കിൽ കല്യാണമൊക്കെ കൂടിയിട്ട് പോവായിരുന്നു മണിയപ്പന്. എന്റെ ആഗ്രഹം അതായിരുന്നടാ മണിയപ്പ. എന്റെ ആഗ്രഹം വരട്ടടാ ജയറാമ. എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഈശ്വര. എടാ, ഈ ബ്രാഹ്മ മുഹൂർത്തം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയോ? പിന്നെ എന്താ? അവര് ബ്രാഹ്മണന്മാരെല്ലാം കൂടെ പാതിരാക്കി ഒരുമിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇതൊന്നും അല്ല, എന്റെ ബലമായ സംശയം ഇതെന്തോ പൂജയാന്ന. പൂജ? എന്ത് പൂജ? എടാ, അവളെ മയക്കെടുക്കാൻ. എനിക്കത് തന്നെ തോന്നി. നമുക്ക് ഗണപതി സാറിനോട് ചോദിച്ചാലോ? എടാ, അതിന് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം അമേരിക്കയിലായിരുന്നില്ലേ? അറിയാതിരിക്കൂ? അങ്ങേരും വന്ന് കാണട്ടെ. എടാ, അതിനൊന്നും സമയമില്ല. ഇനിയിപ്പൊ അങ്ങേരെ അറിഞ്ഞ അങ്ങേരെ എടുത്തോണ്ട് മുകളിലോട്ടൊക്കെ പോയി ചെല്ലുമ്പോഴത്തേനെ അവൻ കയറി വേഷ മുഹൂർത്തം കാണിച്ചിട്ട് അങ്ങ് പോവും. നീ ഇങ്ങോട്ട് മാറി. മനുഷ്യന് അഹങ്കാരം പാടില്ല. ഒരു 916 അടി പൊക്കം വെച്ചോണ്ട് നീ ഇവിടെ നിന്ന് നോക്ക്. ഞാൻ മര്യാദക്ക് കയറി പോയി നോക്കാം. ഞാൻ ഒന്നും ഇതിന്റെ ലൈവ് കണ്ടിട്ടില്ല. வெள்ளிக்கிண்ணம்தான் தங்க கைகளில் முத்து புன்னகை அந்த கண்களில் வைர சிலைதான் அந்த பக்கத்தில் ராஜாவின் பார்வை ராணியின் பக்கம். കുളിരാട് കുളിരടി ഇതിവിടെ പോയത് ഇപ്പൊ ശരിയാക്കി തരാടാ മണിയപ്പ. ഇതൊന്ന് കിട്ടിക്കോട്ടെ. ഈശ്വരന്മാരെ, എന്റെ മാനം കാത്തോളണേ. അയാളെ തെറ്റി പറഞ്ഞിട്ട് കാര്യമല്ല. ഇങ്ങനെ സാരി ഉടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങ് എന്താ വരുന്നു. ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. എവിടെ പോയി? എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. മോളെ, മോളിപ്പ കനുള്ള എന്തെങ്കിലും സാധനം എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഏയ് ഇല്ല. അല്ല, കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കെട്ടി, അതുകൊണ്ട് ചോദിച്ചതാ.
ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അത് ഉറപ്പാ. കൃഷ്ണ കൃഷ്ണ യവനെത്തപ്പെട്ട നീ ഇവിടെ ഒളിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? എടാ കയ്യിന്ന് പോയടാ. എന്ത്? എടാ കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചൈനയ്ക്ക് അല്ല ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ ശാലുവിന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ, അതും തുണിക്കട സഹിതം ബാംബേന്ന്. എടാ ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരം താഴ്ന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ. എങ്കിൽ അവൾ അയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും. പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ അപ്പൊ കല്യാണ പന്തലിന് പോലെ ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം. കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പൻ അവളെ കെട്ടിക്കോട്ടെ. ഇട കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. എടാ കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ പാലിൽ ഉറക്കക്കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കൊടുപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പമായില്ലേ? അല്ല കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്നു? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ? ഫീസ് ഊരിയ പോരെ. പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്തെ വാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം. അങ്ങോട്ട് ചെന്ന മുല്ലക്കലമ്പലത്തിലെ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാൻമാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിനെ ഒരു 11-11:30 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവളിങ്ങോട്ട് വരികയാണോ? ശരി. എന്നെ നീ ഇഞ്ച പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇടാ, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞുള്ളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചോ? എന്താ സാറേ, എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ ഇതിലേ കൊടുക്കും. പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങി തരൂട്ടാ. 6 മാസം മുമ്പ് 2 PC-മാരെ വെട്ടിയ കേസില്ലേ, എന്താ കൊണ്ടിയുടെ പേര്? വാളയാർ മണിയപ്പൻ. മണിയപ്പൻ. അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കാണ്. അന്നാ PC-മാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനാ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. വെറുതെ. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഒരു മലേഷ്യക്കാരൻ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്പരാജ് എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 12 മണി. അടിച്ചു ചുരുട്ടി ഈ പരുവാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു?
വെറും 2 മിനിറ്റ് കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. ആട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കമുണ്ട്? 6 അടി കാണും. ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സാ. വളരെ അടുപ്പമുള്ള ആളാ. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. PC ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരം ഫ്രൂട്ട്സ് പെറുക്കിക്കൊണ്ട് പോണെന്നറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പെന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോരും. കൊല്ലി ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. എന്താ ഇത് ഭഗവാനെ? ഏത് കണ്ണ് ചോരയില്ലാത്തവന് ഈ കൊടിഞ്ചേരി ചെയ്തത്? ഇതിലേതാ ജയരാമൻ? അത് സാർ, ഇതാണ് ജയരാമൻ, അത് ഉൽപ്പല. അതേന്ന് പറയാ. മതി 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 മതി, താടിയെല്ലാം പൊട്ടിയിരിക്കുക, അതുകൊണ്ട് വായും കൂടെ ചേർത്ത് ബാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ? ഇത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഇപ്പൊ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. എന്റെ കൃഷ്ണ, ഡെഡ് ബോഡി വെക്കുന്ന പോലെയാണോ വെക്കണേ? ഇച്ചിരി മാറ്റിവേ. ഇത് കല്യാണം മുടക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കൃഷ്ണ, തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. സ്വന്തമായി കൈയും കാലും പോലും അനക്കാൻ വയ്യാത്ത ഈ അവസ്ഥയില് എന്ത് ചെയ്യണമെന്നാ സാറി പറയണേ? ഡോക്ടറെ, ഇന്റൻസീവ് കെയറിൽ നേരെ കതിർ മണ്ഡപത്തിൽ പോയി താലി കെട്ടിയ സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒന്നാണ് ഇതെന്ന് കരുതിയാ മതി. പിന്നെ ജയറാമിന്റെ അച്ഛനോടും അമ്മോടും പറയണ കാര്യം അത് ഞാൻ ഏറ്റു. അത് നമുക്ക് സാറിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വന്ന്. ഡോക്ടറെ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന വല്ല ഉറപ്പുണ്ടോ? എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാ എനിക്ക് ഉറപ്പില്ല. ജയരാമ മോനെ, നിനക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാമോടാ? ഈ അവസ്ഥയിൽ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെങ്കിൽ നീ വേദനിപ്പിക്കാതെ പതുക്കെ ഇങ്ങനെയൊന്ന് ആട്ടിക്ക്. കണ്ടോ, തലയാട്ടി. അതെ, വേണ്ട തലയാട്ടിയത്. അതെ, ആണോ? ജയരാമൻ സാറിനും കാണത്തില്ലേ ആഗ്രഹം സൂട്ടും കോട്ടും ഇട്ട് കതിർമണ്ഡപത്തിൽ കയറി ഇരിക്കണമെന്ന്? കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണയല്ലേ ഉണ്ടാവൂ. വന്നേ, എന്റെ മുറിയിൽ പോയി വിശ്രമിക്കാം. നിർത്തിക്കേ. എന്നാ മോനെ, ദേ വീണ്ടും ആട്ടി. കണ്ടോ കണ്ടോ, അവന് സമ്മതമാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഒക്ടോബർ 2-ാം തീയതി ജയരാമൻ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി 2 വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യാം. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ പെറുക്കി എന്താടാ പേടിപ്പിക്കണ? എവിടെയാണ് എന്റെ മകൻ മണിയപ്പൻ? എടാ, ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് 2-ാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാനല്ലേ ഇവിടെ വന്നത്? എന്റെ പൊന്നപ്പ, മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. അത് മേടിച്ചടാ. 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൊത്തം തലതിരുവാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധക്കാരോട് പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് വിളയാടാപ്പ. പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ? നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് അപ്പ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ, എന്റെ കാലിത്തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേപ്പാ. ഇതിൽ ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി. കണ്ണു വെക്കല്ലേ അപ്പ. ചേട്ടത്തി പൊക്കോ, ചേട്ടത്തി പൊക്കോ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടിയൊന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ, ഞാൻ കളിയാക്കി കൊല്ലും. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാൻ കൊണ്ടുവന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഉടനെ ഉണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പക്ഷെ കിലോയ്ക്ക് 10 രൂപ ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞഞ്ഞാ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ? ഫിക്സഡ് റേറ്റാ. മുടി ഞാൻ പോരാ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണ ആരും ഞങ്ങള് വന്ന്
ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. കുറെ നാളെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ കല്യാണം ചെറുക്കനെ ഒരുക്കി കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ കിടക്കുന്ന ആളിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പുറത്തു വയ്ക്കുക, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ സമയമായി. കല്യാണ ചെറുക്കനെ അവിടെ കൊണ്ട് എത്തിക്കണം, മണ്ഡപത്തിൽ. ഒരു കാര്യം ചെയ്യ വൈദ്യരെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വൈദ്യര് പുറത്തോട്ട് പോ. പറ്റില്ല, ആ മാല ഇട്ടിരിക്കുന്ന ആ മാല. കൊച്ചു പോണ്ട കേട്ടോ. എന്നാ പൊയ്ക്കോ, പിന്നെ കാണാം. എന്റെ പൊന്നു പോളെ എന്റെ മോനെ, എന്തൊരു കിടപ്പാടാ ഇത്. നിന്റെ കിടപ്പ് അപ്പന് സഹിക്കുന്നില്ലടാ. തലേ വെച്ചാൽ ഉറുമ്പരിക്കും. മിണ്ടാതിരിക്കാമോ? ഒരു പദം പറച്ചില്. ഇന്നലെ വന്ന കാര്യം നടക്കട്ടെ. അപ്പനങ്ങൾ അനുഗ്രഹിക്കും. എന്നെ അനുഗ്രഹിക്കും മകനെ. ഓ, അപ്പൊ അനുഗ്രഹം മേടിക്കാനല്ല പറഞ്ഞ, കൊടുക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനെടുത്ത് എന്റെ കാൽച്ചോട്ടിലോട്ട് കിടത്താം. ഈ അപ്പൻ എന്തൊരു മണ്ടന. അതിന് എളുപ്പം അപ്പന്റെ ചട്ടുകാലെടുത്ത് ഇവന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച. എന്നൊരു കാര്യം ചെയ്, എന്നെ എടുത്തോ, എന്നെ എടുത്തോ. എന്റെ അമ്മ അപ്പം പന പോലെ വീണു. മതി മതി മതി. ഇന്നപ്പ അനുഗ്രഹിക്ക് മകനെ. മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ. ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ. പിടിച്ചോ. എടാ, എന്റെ പൊന്നും കുടത്തിന്റെ തല എവിടെയാടാ മോനെ? മിണ്ടാതെ കിടക്കണേ ശവമേ. നല്ല മേക്കപ്പ്. എടാ, ഗട്ടിമേളം തുടങ്ങി. ചെറുക്കലെ പൊക്കടാ. എടാ, അവിടെ ഊത്തു തുടങ്ങി. വേഗം വാടാ. അയ്യോ, നിർത്ത്. മാല എവിടെ? യോ, ആള് മാറിപ്പോയി. നമ്മുടെ മുമ്പേ മാലയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു. ഇതിനെ കളഞ്ഞിട്ട് അവനെ എടുത്തിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ. അയ്യോ, എന്റെ പൊന്നുമാരെ, നിനക്ക് തന്നെ പറ്റതാടാ. അയ്യോ, എന്തൊരു നീളം. എന്റെ മോൻ ഇത്ര നീളമില്ല. ദൈവമേ, എന്നെ വീണ്ടും ആ ചാണാക്കുഴി കൊണ്ടുപോയതിന് വയറുകടിയാണെന്ന് കാണാൻ വേണ്ടത് ഇഷ്ടപ്പെട്ടു. അയ്യോ, നിന്നോട് ആരാണ് അതെ മുതലാളി, കൂടെ കരുതെന്ന് വിചാരിച്ച് ചുമട്ട് കൂലിന് 10 പൈസ കുറയ്ക്കൂല. 1.5 കരിയുടെ വെയിറ്റ്. അങ്ങനെ മണിയപ്പൻ പാലക്കാട്ടേക്ക് പോയി രക്ഷപ്പെട്ടു. ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്നു. സാറേ, ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റി പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിച്ച് നീ ആളെ തട്ടിക്കൊണ്ടു പോയാനല്ലേ? സാറേ, ഇതെന്റെ മകൻ ഉൽപ്ലാഷനാ. ഏത് പലാക്ഷനായാലും ശരി, എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി, തനിക്കെന്താണ് ചെവി കേട്ടൂടെ? കേക്കാലോ സാർ. പിന്നെ ആൻസർ ചെയ്തല്ല. പറഞ്ഞില്ലേ? 2 ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ, 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ വന്നത് 2 ലഗേജ് മുണ്ടഴിച്ച. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിൽ എനിക്ക് എന്റെ പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി, എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞ. ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിളാണ്. കുട്ടായി, അല്ലെങ്കിൽ 3 ശവങ്ങള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ, ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ഇട്ടിക്കും. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ. ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്. പതുക്കെ പതുക്കെ വെച്ചോ വെച്ചോ.
സാറേ ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ആ ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ദാ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന 4 പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ, തുമ്മി പണ്ടാരടക്കേക്കണേ. മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുക, നല്ല എഫക്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ. ഇവിടെ കുറച്ച് കൂടുതൽ മൂക്കിപ്പൊടി പറഞ്ഞു. കണ്ണു പൊത്തിക്കാം. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. ആ അടുക്കള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. ആ എടാ മണിയപ്പ, നിന്നെ ഞാനങ്ങനെ വിടില്ല. കൂട്ടുകാരെ പോന്ന കുട്ടണത്തില് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ നേരത്തെ വന്നതാ. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല. ഏലക്കാട് രുചി കൂടിപ്പോയി. അതിനുണ്ട് ചേട്ടാ, ഒരു കഷ്ണം സോപ്പ് എടുത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എവിടെയും കുളിക്കും. എത്രയും പെട്ടെന്ന് മണ്ഡപത്തി എത്തണം. ഈ വണ്ടി തന്നെ കേറാം. നല്ല ചൂട് പായസം. കുട്ടപ്പ നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ചേട്ടാ, കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോരാട്ട് വേണം. എന്റെ ചെരുപ്പം ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കഥ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോടാ. ഏതാടാ വഴി? സാമ്പാറ് കലത്തിന്റെ അടപ്പാടാ. നീ അവിടെ കിടന്ന് ചാവൂ മണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി വെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ച് പതുക്കെ. അവിടെ വെക്ക. ഇവൻ നാട് വിട്ട് വന്നിട്ട് ഇരുമ്പാണോ തിന്ന്? എന്ത് കനവാ. എടാ അതിരിക്കട്ടെ, നമ്മുടെ അപ്പനെവിടെ? അതാ പണ്ടാരിക്കിട്ട് പണി കൊടുക്കാൻ പോയിട്ടുണ്ട്. ആണാ? അച്ഛാ പറഞ്ഞ